ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായിട്ടുള്ള മിന്നൽ പ്രളയത്തിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 4 ആയിരിക്കുകയാണ്. 50 പേരെ കാണാനില്ല എന്ന വിവരവും അവിടെ നിന്ന് വരുന്നുണ്ട്. കേന്ദ്ര സേനയുടെയും ഒപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെയും നേതൃത്വത്തിൽ അവിടെ രക്ഷാ ദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈന്യവും രക്ഷാപ്രവർത്തനങ്ങളിൽ ഉണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അനുസരിച്ച് അവിടെ രക്ഷാ ദൗത്യം സാധ്യമല്ലാത്ത തരത്തിൽ മോശം കാലാവസ്ഥ തുടരുന്നു എന്ന വിവരങ്ങളാണ് ഉള്ളത്. പലയിടത്തും ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിൽ റോഡുകൾ ഒലിച്ചുപോയിട്ടുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയും എത്ര പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നതിന്റെ കണക്കുകളില്ല. വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1:45 കൂടിയാണ് മേഘവിസ്ഫോടനത്തെ തുടർന്ന് വലിയ രീതിയിൽ ജലപ്രവാഹം ഉണ്ടാകുന്നത്. അത് വീടുകളും വാഹനങ്ങളും ഒക്കെ തുടച്ചു നീക്കിക്കൊണ്ടു പോകുന്ന വളരെ ഭീതിതമായ കാഴ്ചകളാണ് മൊബൈൽ ക്യാമറകളിൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഇതിന് ഈ ദുരന്തത്തിന് സാക്ഷിയായവർ പകർത്തിയിട്ടുള്ളത്. അവിടെ നിന്ന് ഇപ്പോൾ വരുന്ന വിവരങ്ങളും വളരെയധികം ഭീതിതമായ സാഹചര്യമാണ്. രണ്ടിടത്തും മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ വരുന്നത്. അത് ധരാലി ഗ്രാമമാണ് ഒന്ന്, മറ്റൊന്ന് സുഖി മേഖലയിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. തുടർ സാഹചര്യങ്ങളും വലിയ മോശമാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളുണ്ട്. ഓഗസ്റ്റ് 10 വരെ കനത്ത മഴയ്ക്കുള്ള സാധ്യതയാണ് അവിടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരുന്നത്. ഇന്ന് ഓറഞ്ച് അലർട്ട് ആയിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. ആ സാഹചര്യത്തിലാണ് വലിയ അതിതീവ്ര മഴ പെയ്യുകയും വലിയ പ്രളയം അവിടെ സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. ആ മോശം കാലാവസ്ഥ ഇപ്പോഴും തുടരുന്നത് രക്ഷാ ദൗത്യത്തിന് തന്നെ തടസ്സമായിരിക്കുന്നു. അവിടെ ടിബറ്റൻ ബോർഡർ ഫോഴ്സ് ഉൾപ്പെടെ സ്ഥലത്ത് രംഗത്തെത്തിയിട്ടുണ്ട് രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട്. പക്ഷേ രക്ഷാദൗത്യത്തിന് നിരവധി തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണുള്ളത്. ഏറ്റവും ഒടുവിലും ഇപ്പോൾ എത്ര പേർ അവിടെ ഇതിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, ഒഴിഞ്ഞ കെട്ടിടങ്ങളിൽ അല്ലെങ്കിൽ ഈ പ്രളയത്തിൽ ഒറ്റപ്പെട്ടു പോയ ഇടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ കൃത്യതയില്ല. ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുന്നില്ല. ഈ ഒഴുകിപ്പോയ കെട്ടിടങ്ങൾക്കുള്ളിൽ എത്രമാത്രം ആളുകളുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. റിസോർട്ടുകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളെ തുടച്ചു നീക്കിക്കൊണ്ട് പ്രളയജലം കടന്നുപോയിരിക്കുന്നത്. എവിടെ നിന്നൊക്കെയുള്ള മനുഷ്യർ അവിടെ ഉണ്ടായിരുന്നു എന്നതിന്റെ ഒന്നും വ്യക്തത വരുന്നില്ല. എന്തായാലും 4 മരണമാണ് ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. 50 പേരെ കാണാനില്ല എന്ന വിവരങ്ങളും വരുന്നു. അഭിലാഷ്, കൂടുതൽ ഇപ്പോൾ ശ്രീ സുഭാഷ് ചന്ദ്രബോസ് ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, ഭീതിതമായ ദൃശ്യങ്ങൾ ഉത്തരാഖണ്ഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുൻപും രാജ്യത്തെ നടുക്കി പല ദുരന്തങ്ങളും ഉത്തരാഖണ്ഡിൽ സംഭവിച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ. പക്ഷേ അതിൽ ഏറ്റവും വലിയ ഒരു ദുരന്തമാണോ ഇത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ബഹുനില കെട്ടിടങ്ങൾ ഉൾപ്പെടെ ഒലിച്ചു പോയിരിക്കുന്നു ഈ പ്രളയജലത്തിൽ എന്ന വിവരം വരുന്നു. എന്താണ് കാലാവസ്ഥാപരമായി ഉത്തരാഖണ്ഡ് ഇങ്ങനെ അടിക്കടി ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുന്ന ഭൂമിയായി മാറുന്നത് ഏത് സാഹചര്യത്തിലാണ്? കേരളത്തിലായാലും ഇന്ത്യയിലായാലും ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയും. കുറഞ്ഞ സമയം കൊണ്ട്, അതായത് ഒരു മണിക്കൂറിന് താഴെ സമയം കൊണ്ട് ഒരു ചെറിയ പ്രദേശത്ത് 10 സെന്റിമീറ്റർ കൊണ്ട് 100 മില്ലിമീറ്റർ മഴ പെയ്യുകയാണെങ്കിൽ അത് നമുക്ക് മേഘവിസ്ഫോടനം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിൽ തന്നെ ചെറുലേഖ വിസ്ഫോടനങ്ങളും അതുമൊക്കെ ഉണ്ട്. അതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നേരത്തെ ആണെങ്കിൽ പിന്നെ ചെറിയ തോതിലായിരുന്നു, ചെറിയ പൊക്കത്തിൽ, അതായത് 8 കിലോമീറ്റർ 9 കിലോമീറ്റർ ട്രോപ്പോസ്ഫിയറിലെ, ഞാൻ ശാസ്ത്രം പറയാം, ട്രോപ്പോസ്ഫിയറിൽ ഒരു 8-9 കിലോമീറ്റർ ഉയരത്തിൽ നിന്നായിരുന്നു നമുക്ക് മേഘങ്ങൾ മഴയായി വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 15 കിലോമീറ്റർ വരെ വേഗത്തിലേക്ക് പോകുന്നുണ്ട്, ഉയരത്തിലേക്ക്. അപ്പോൾ അത്രയും ഉയരത്തിൽ നിന്ന് വരുമ്പോൾ അത്രയും ശക്തമായ മഴയാണ് വരുന്നത്. പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡിൻ്റെയൊക്കെ ഒരു പ്രത്യേകത, നമ്മളെ ഇവിടുത്തെ പശ്ചിമഘട്ട മലനിരകൾ പോലെയൊന്നുമല്ല. അത് വീതി കൂടിയ മലനിരകളൊന്നുമല്ല, വളരെ ഇടുങ്ങിയ മലനിരകളാണ്. നല്ല കുത്തനെയുള്ള ചരിവുള്ള പ്രദേശങ്ങളുണ്ട്. അപ്പോൾ അവിടെ ശക്തമായി മഴയൊക്കെ പെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് പുഴയൊക്കെ ഒഴുകി വരാനും വെള്ളമൊക്കെ താഴെ വരാനും ഉള്ള വലിയ പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ അവിടെ കാച്ച്മെന്റ് ഏരിയയിൽ വലിയ പ്രശ്നമുണ്ട്. അവിടുത്തെ പിന്നെ ഓരോ പ്രദേശത്തിന്റെ എന്താ പറയുക, ഇറിഗേഷൻ കാച്ച്മെന്റ് ഏരിയയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ വലുതാണ്. അതുപോലെ അവിടുത്തെ ജിയോളജിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഹിമാലയൻ ജിയോളജി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മലകൾ ചെറുതായി തള്ളി നിൽക്കുന്ന ഒരു നിലയേറിയതാണ്. മഴയും വെള്ളമൊക്കെ ഒന്നിച്ച് താഴെ വരാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ വനങ്ങളുടെ കുറയുന്നതിന്റെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു. അതുപോലെ ഗീർഗംഗ കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്ന പ്രദേശം, അതായത് വനപ്രദേശമായിട്ടൊക്കെ ചേർന്ന് വരുന്ന പ്രദേശം, ഗീർഗംഗ എന്ന് പറയുന്ന കാച്ച്മെന്റ് ഏരിയയിലൊക്കെ ശക്തമായിട്ടുള്ള ജലസേചന പദ്ധതികളും കാര്യങ്ങളൊക്കെ ഉള്ള പ്രദേശമാണ്. അപ്പോൾ ജലസേചനമൊക്കെ നടക്കുന്ന പ്രദേശമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മഴയുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ട്. കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ, ഇതാണ് പുതിയ മഴയുടെ രീതി. അതിന്റെ പ്രശ്നങ്ങളുണ്ട്. അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആഗോളതാപനമുണ്ട്, കാലാവസ്ഥ വ്യതിയാനമുണ്ട്, നമ്മുടെ പ്രശ്നങ്ങളുണ്ട്, മരങ്ങൾ പോയതിന്റെ പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ ഭൂവിനിയോഗമുണ്ട്, നിരവധി കാരണങ്ങളുണ്ട്. അല്ല ഒരു കുറച്ച് ആളുകൾ മാത്രം ചെയ്യുന്ന വിഷയങ്ങളല്ല. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് പോകുന്നിരിക്കുന്നത്. 4 മരണ റിപ്പോർട്ട് ചെയ്തുള്ളൂ. പക്ഷേ ഈ
രംഗങ്ങൾ നമ്മൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് കൂടുതൽ കണക്കെടുക്കുകയാണെങ്കിൽ വലിയ നാശനഷ്ടം ഉണ്ടാകാൻ കാരണം കെട്ടിടങ്ങൾ ബഹുതല മന്ദിരങ്ങളും റോഡും എല്ലാം പോയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും വലിയ നാശനഷ്ടം ഉണ്ടാകാനാണ് സാധ്യത കാണുന്നത്. ഇവിടെ ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ 2 ഇടത്ത് മേഘവിസ്ഫോടനം എന്ന വിവരം ഔദ്യോഗികമായി പുറത്തു വരുന്നുണ്ട്. അത് സുഖി എന്ന ഒരു മേഖലയിൽ കൂടി മേഘവിസ്ഫോടനം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ ചമോലി പോലീസ് അവരുടെ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന ഒരു ദൃശ്യത്തിൽ പറയുന്നത് ഈ ബദ്രിനാഥ് ദേശീയപാതയിൽ അവിടെ റോഡ് ഒലിച്ചു പോയ സാഹചര്യമുണ്ട് എന്നാണ്. അതിനോടനുബന്ധിച്ചിട്ടിരിക്കുന്ന ഒരു വീഡിയോയിൽ ഈ പാറക്കല്ലുകൾ മുകളിൽ നിന്നിങ്ങനെ ഒലിച്ചു വരുന്നതിൻ്റെ നിരവധി പാറക്കല്ലുകൾ ഒലിച്ചു വരുന്നതിൻ്റെ ഒരു വിഷ്വൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു മേഖലയിൽ മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്, അവിടെ വ്യാപകമായി തന്നെ ഇത്തരം മണ്ണൊലിച്ചിൽ പാറ ഇടിഞ്ഞ് ഒഴുകി വരുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അല്ല, തീർച്ചയായിട്ടും ഉത്തരാഖണ്ഡില് അവിടെ ദറാളി എന്ന് പറയുന്ന വില്ലേജ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു പോയതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ പിന്നെ വേറെ ഒരു 2 വില്ലേജുകൾ നന്നായി അവർ എടുത്തു പോയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ കിട്ടുന്ന ഒരു ന്യൂസ് എന്നാൽ 4 പേരെ മരിച്ചു. അതെന്തുകൊണ്ടാണ് റിപ്പോർട്ട് എടുക്കാൻ സമയമെടുക്കുന്നുള്ളതാണ്. 2 വില്ലേജുകൾ സമ്പൂർണ്ണമായി തീർന്നു പോയി എന്നുള്ളിടത്താണ് ഇപ്പോൾ വാർത്തകൾ കാണുന്നത്. പ്രത്യേകിച്ച് ദരാളി എന്ന് പറയുന്ന ജില്ല എന്ന് പറയുന്നില്ല ഗ്രാമം സമ്പൂർണ്ണമായി എടുത്തു പോയിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇത് ഞാൻ പറഞ്ഞല്ലോ, ശക്തമായ മഴയും അതുപോലെ തന്നെ ആ മഴയെ താങ്ങുവാനുള്ള ഭൂമിയുടെ ഒരു ആവാസ വ്യവസ്ഥയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ തിക്ക് ഫോറസ്റ്റുകളെല്ലാം നമ്മൾ നശിപ്പിച്ചു. സ്വാഭാവികമായിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ഡെൻസ് ഫോറസ്റ്റ് എല്ലാം പോകുന്ന കാലഘട്ടത്തിൽ പ്ലാന്റേഷനും മറ്റു ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് വരുന്ന മഴയെ ഉൾക്കൊള്ളുവാനോ തടഞ്ഞു നിർത്താനോ അതിന്റെ വേഗത കുറയ്ക്കുവാനോ ഒന്നും കഴിയാത്ത പുതിയ സാഹചര്യമാണെന്ന് നമ്മുടെ രാജ്യത്തും നമ്മുടെ സ്ഥലത്തുള്ള. അത് ഒരു ദിവസം കൊണ്ട് വന്നതല്ല, അല്ലെങ്കിൽ ഒരു ചെറിയ പീരീഡ് വന്നതല്ല. ഒരു കോഴ്സ് ഓഫ് ടൈമാണ്. കുറെ കാലം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രദേശത്തിന്റെ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന മാറ്റമാണ്. പക്ഷെ തീർച്ചയായിട്ടും 2 ഗ്രാമങ്ങളുടെ കഥ കേൾക്കുന്നുണ്ട്. അതിൽ ഒരു ഗ്രാമം കംപ്ലീറ്റ് ആയിട്ട് വാഷ് ഔട്ട് ചെയ്ത് പോയി എന്നാണ് പറയുന്നത്. തീർച്ചയായും സമാനതകളില്ലാത്ത ദുരന്തം ഏറ്റുവാങ്ങുകയാണ് ഉത്തരാഖണ്ഡ്. വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നു. 2 ഇടത്ത് മേഘവിസ്ഫോടനത്തിൽ മിന്നൽ പ്രളയമുണ്ടായി. ദുരന്തം ഏറ്റുവാങ്ങുകയാണ്. പലയിടത്തും റോഡുകൾ ഒലിച്ചുപോയ വിവരങ്ങളുണ്ട്. രക്ഷാദൗത്യം പോലും അസാധ്യമാകുന്ന തരത്തിലുള്ള ദുരന്തം പേറുകയാണ് ഉത്തരാഖണ്ഡ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. രക്ഷാദൗത്യം ഊർജിതമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുമുണ്ട്. പ്രധാനമന്ത്രി വിഷയത്തിൽ അനുശോചനം രേഖപ്പെടുത്തി അമിത്ഷാ ഉത്തരാഖണ്ഡ് ചീഫ് മിനിസ്റ്ററെ വിളിച്ച് സഹായം വാഗ്ദാനം ചെയ്തു. എല്ലാവിധത്തിലുമുള്ള രക്ഷാദൗത്യത്തിനുള്ള സഹായം ഉറപ്പുവരുത്തി. സൈന്യത്തിന്റെ സാന്നിധ്യം അവിടെയുണ്ട്. ഇന്തോ തിബറ്റൻ ബോർഡർ ഫോഴ്സ് അവിടെ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ എല്ലാ സാധ്യമായ വിധത്തിലുള്ള രക്ഷാദൗത്യത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അപ്പോഴും കനത്ത മഴ തുടരുന്നതും മറ്റും ഇപ്പോഴും രക്ഷാദൗത്യം പൂർണ്ണ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇനിയും എത്ര പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ വിവരം